ശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡ് ആദ്യ ഭാഗത്തിൽ ആകെ സങ്കടപ്പെട്ട് ശാലിനിയുടെ കൈയും പിടിച്ചു നിൽക്കുന്ന പ്രീതിയെ കാണുമ്പോൾ പ്രീതിന്ന് ഉറക്കെ വിളിക്കുകയാണ് സത്യഭാമ. അന്നേരം പ്രീതി അങ്ങ് കൈവിടുകയാണ്. തുടർന്ന് പോകാം അമ്മയെന്നും പറഞ്ഞ് ശാരദാമ്മയും കൂട്ടി പോവുകയാണ് ശാലിനി. ശാലിനിയും ശാരദാമ്മയും സങ്കടത്തോടു കൂടി പോകുന്നത് ഉമ്മറത്തു നിന്ന് നോക്കിയിരിക്കുകയാണ് രാഘവൻ നായരും കൂടെ പ്രീതിയും. പോയ ശേഷം വീണ്ടും സുസ്മിത സത്യഭാമയോട് പറയുകയാണ്, ശാലിനിയെ ഈ വീട്ടിൽ നിന്നും ഇറക്കി വിട്ടത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല ആൻറ്റി. ആൻറ്റിയുടെ വാക്കിന് ഒരു വിലയുമില്ല ഇവിടെ ഉള്ളവരൊക്കെ അവൾ പോയതിനു പിന്നാലെ നോക്കി നിൽക്കുന്നത് കണ്ടില്ലേ. ഇനിയിപ്പോൾ റോഡിൽ വെച്ചും വേണമെങ്കിൽ വീട്ടിൽ പോയെന്നുമൊക്കെ അവർ കണ്ടെന്നിരിക്കും. അവളിപ്പോഴും വലിയ മഹതിയാണെന്നല്ലേ എല്ലാവരും പറയുന്നത് എന്നൊക്കെ രാഘവൻ നായരെയും പ്രീതിയെ നോക്കി പറയുകയാണ് സുസ്മിത. അന്നേരം ഭാമ പറയുകയാണ്, ഇനി ശാലിനിയുമായി ഫോണിലോ നേരിട്ടോ എന്തെങ്കിലും ബന്ധമുണ്ടായെന്ന് ഞാൻ അറിഞ്ഞാൽ അവരുമായി ഇനി ഒരിക്കലും ഒരു ബന്ധം ഈ ഭാമയ്ക്ക് ഉണ്ടാകില്ല. ഇതൊരു ആജ്ഞയല്ല പ്രതിജ്ഞയാണ് എന്ന് പറഞ്ഞ് റൂമിലേക്ക് പോവുകയാണ് ഭാമ. തുടർന്ന് ഞാൻ കാരണം എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്ന പ്രീതിയെ ആശ്വസിപ്പിച്ച് രാഘവൻ നായർ പറയുകയാണ്, നീ കാരണമൊന്നും അല്ല മോളെ, സംഭവിക്കാനുള്ളത് എപ്പോഴും സംഭവിച്ചേ മതിയാകൂ. ശാരദാമ്മ പറഞ്ഞതുപോലെ സത്യത്തിൻ്റെ മുഖമാണ് സൂര്യൻ, അത് എന്നായാലും മറനീക്കി പുറത്തു വരിക തന്നെ ചെയ്യും. തുടർന്ന് കാണിക്കുന്നത് ശാരദാമ്മയെ കാത്തിരിക്കുകയാണ് രാജേശ്വരിയും ബാലചന്ദ്രനും കുടുംബശ്രീ വീട്ടിൽ. കൂടെ ശ്യാമയുമുണ്ട്. കുറേ നേരമൊക്കെ നോക്കിയിരുന്നിട്ടും ശാരദാമ്മയെ കാണാത്തതിൽ ഒരു ഗേറ്റിലേക്കൊക്കെ നോക്കിയിരിക്കുകയാണ് രണ്ടുപേരും. തുടർന്ന് ശ്യാമയെ നോക്കി കോക്രിയൊക്കെ കാണിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. തുടർന്ന് ശാരിക അകത്തു നിന്നും ശ്യാമയെ വിളിക്കുമ്പോൾ ബാലചന്ദ്രനെ തോണ്ടിയിട്ട് രാജേശ്വരി ചോദിക്കുകയാണ്, എന്താണ് ഒരു കോക്രി കാണിക്കുന്നത്? അന്നേരം ബാലചന്ദ്രൻ പറയാണ്, കുറേ നേരമായിട്ട് വെറുതെ ഇരിക്കുകയല്ലേ, ഒന്ന് രണ്ട് റിയാക്ഷൻ അങ്ങ് ഇടാമെന്ന് കരുതി. അന്നേരം രാജേശ്വരി പറയുകയാണ്, മൂത്തത് രണ്ടും ഓരോരുത്തന്മാരുടെ തോളിലങ്ങ് വലിഞ്ഞു കയറി. ഇളയതാണെന്നൊന്നും നീ കരുതണ്ട, നിന്നെ അവൾ കണ്ണും കൈയും കാട്ടി തോളിലാവാതിരുന്നാൽ മതി. അന്നേരം അകത്തുനിന്ന് ശാരിക ശ്യാമയെ വഴക്ക് പറയുകയാണ്, നീ എന്തിനാ അവിടെ പോയി ഇരിക്കുന്നതെന്നൊക്കെ. അന്നേരം ശ്യാമ പറയുന്നുണ്ട്, എന്തായാലും അവർ നമ്മളുടെ അതിഥികളല്ലേ, ആതിഥ്യ മര്യാദ കാണിക്കണ്ടേ. മര്യാദ കാണിക്കാൻ പറ്റിയ ഒരു ഇനങ്ങൾ എന്നും പറഞ്ഞ് വഴക്ക് പറയുകയാണ് വീണ്ടും ശാരിക. തുടർന്ന് ശ്യാമ പറയുകയാണ്, എങ്കിൽ ഞാൻ അവർക്ക് പോയി ചായ ഇട്ട് കൊടുക്കാം. അന്നേരം വീണ്ടും ശ്യാമയെ പിടിച്ചിട്ട് ശാരിക പറയുകയാണ്, ചായ ഇട്ട് കൊടുത്താലേ നിന്റെ കൈ ഞാൻ വെട്ടും. അതേസമയം പുറത്തിരുന്ന് ബാലചന്ദ്രൻ പറയുകയാണ്, ദാഹിച്ച് തൊണ്ട വരളുന്നു, ഇനിയിപ്പോൾ ചായ ഇടാനെങ്ങാണോ അകത്തേക്ക് പോയതാണെങ്കിലോ. അത് കേട്ട് രാജേശ്വരി വഴക്ക് പറയുകയാണ്, പച്ചവെള്ളം വാങ്ങിച്ച് കുടിച്ചേക്കരുത്, ഇനി അതിൽ വിഷമെങ്ങാനും ഇട്ട് തന്നാലോ. അന്നേരം മനസ്സിൽ ബാലചന്ദ്രൻ പറയുകയാണ്, സ്വന്തം സ്വഭാവമാണ് ബാക്കിയുള്ളവർക്കെല്ലാവർക്കും എന്നാണ് ചേച്ചിയുടെ വിചാരം. അത് കേട്ട പോലെ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ വിഷയം മാറ്റുകയാണ്, എന്തൊരു ചൂടെന്നാണ് ഞാൻ പറഞ്ഞത്. അതേസമയം ശാലിനിയും കൂട്ടി ഓട്ടോയിലെത്തുകയാണ് ശാരദാമ്മ. ശാലിനിയെ കണ്ട് ആകെ പരിഭ്രമിക്കുകയാണ് ബാലചന്ദ്രൻ. രാജേശ്വരിയും ബാലചന്ദ്രനെയും അവിടെ കണ്ടിട്ട് ശാരദാമ്മയും തെല്ലൊന്ന് പരിഭ്രമിക്കുന്നുണ്ട്. ബാലേന്ദ്രൻ പറയുകയാണ്, ചേച്ചി പണി പാളി, ശാലിനി ഉണ്ട്, ഇനി ഒന്നും പറയാൻ നിൽക്കണ്ട. അന്നേരം രാജേശ്വരി കരുതുകയാണ്, എന്ന് പറഞ്ഞ് പറയാതിരിക്കാൻ പറ്റുമോ, ഇവൾ ഇങ്ങോട്ടിനി പൊറുതി മാറ്റിയോ. തുടർന്ന് ശാരദാമ്മ അകത്തേക്ക് കയറുമ്പോൾ കൊണ്ടുവന്ന കവർ കൊടുത്തിട്ട് ദാ വാങ്ങ് ശാരദാമ്മയെന്ന് പറയുന്നു. മടിച്ച് ശാരദാമ്മ നിൽക്കുമ്പോൾ ദാ വാങ്ങ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ് വീണ്ടും അത്. അന്നേരം അത് ശാലിനിയൊന്ന് നോക്കിയിട്ട് ശാരദാമ്മ വാങ്ങുകയാണ്. തുടർന്ന് ബാലചന്ദ്രൻ്റെ കയ്യിൽ നിന്നും മുദ്രപത്രം കൊടുത്തിട്ട് പറയുകയാണ്, ദാ ഇത് മുദ്രപത്രമാണ്, ഒന്ന് രണ്ട് ഒപ്പിട്ടാൽ മതി. അന്നേരം മുദ്രപത്രമോ എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ് ശാലിനി. ഒപ്പിട്ട് വച്ചിരുന്നാൽ മതി, ഞങ്ങൾ പിന്നെ വന്ന് വാങ്ങിച്ചോളാം എന്ന് പറഞ്ഞ് ബാലചന്ദ്രനെയും കൂട്ടി പോവുകയാണ് രാജേശ്വരി. അതേസമയം കുഞ്ഞേച്ചി എന്നും പറഞ്ഞ് ശ്യാമ ഓടി വരികയാണ്. ശാലിനി എന്നും പറഞ്ഞ് ശാരിയും പുറകെ വരുന്നു. എന്താ ബാഗൊക്കെ ആയിട്ടെന്നും പറഞ്ഞ് ശാരിയെ ചോദിക്കുമ്പോൾ ശാരദാമ്മ വഴക്ക് പറയുകയാണ്, തൊട്ടു പോകരുത് അവളെ, വിശേഷം പറച്ചിലൊക്കെ പിന്നീടാകാം, ഇനിയെങ്കിലും നീ സത്യമൊന്ന് തുറന്നു പറയേ. എനിക്ക് കൂടുതലൊന്നും പറയാനില്ല എന്ന് പറയുകയാണ് ശാലിനി. എടീന്ന് വീണ്ടും ശാരദാമ്മ വിളിക്കുമ്പോൾ ശാലിനി ചോദിക്കുകയാണ്, അമ്മ കൂടുതൽ പറയാൻ വരട്ടെ, അമ്മയുടെ കയ്യിലിരിക്കുന്നത് എന്തുവാണ്? അമ്മ ആദ്യം അത് പറയ്. ഞാനറിയാതെ രാജേശ്വരിയും ബാലചന്ദ്രനുമായിട്ട് എന്താണ് ഇടപാട്, അത് കഴിഞ്ഞു മതി ചോദ്യം ചെയ്യലൊക്കെ. എന്താ അമ്മേ കാര്യമെന്ന് ശാരിക തിരക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, എടി അവൾക്ക് വിശേഷമുണ്ടെന്ന്. അത് കേട്ട് സന്തോഷിക്കുകയാണ് ശ്യാമ. പക്ഷേ അവളുടെ ഭർത്താവുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിട്ടില്ലെന്ന്. അന്നേരം ശാരദാമ്മ പറയുന്നത് കേട്ട് അമ്മയെന്ന് ഉറക്കെ വിളിക്കുകയാണ് ശാരിക. അന്നേരം ശാരദാമ്മ പറയുകയാണ്, ഇതിനേക്കാൾ ഉച്ചത്തിലുള്ള നിലവിളി ദേ ഇപ്പോഴും എൻ്റെ തൊണ്ടയിൽ കിടക്കുന്നുണ്ട്. അവളോടിനി എന്തായാലും ചോദ്യവും പറച്ചിലും ഒന്നിനും ഞാനില്ല.
മറുപടി പറയേണ്ടത് അവനാണ്. അവൻ എന്തായാലും ഇങ്ങോട്ട് വരാതിരിക്കില്ല. തുടർന്ന് ആ കവറും പിടിച്ച് മുദ്രപത്രങ്ങളും നോക്കി സങ്കടപ്പെട്ട് നിൽക്കുകയാണ് ശാരദാമ്മ. തുടർന്ന് കാണിക്കുന്നത് സന്ധ്യസമയമാണ്. നന്നായിട്ട് മഴ പെയ്യുന്നുമുണ്ട്. അന്നേരം അവിടേക്ക് എത്തുകയാണ് വിഷ്ണു അവിടേക്ക് കയറുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, അവിടെ നിന്നാൽ മതി. തുടർന്ന് അമ്മയെന്ന് വിഷ്ണു വിളിക്കുമ്പോൾ ശാരദാമ്മ പറയുകയാണ്, നീ എന്നെ അങ്ങനെ വിളിക്കരുത്. നീ ആദ്യം കടയിൽ വന്നുകൊണ്ടിരുന്നപ്പോൾ എന്നെ ശാരദാമ്മയെന്നാണ് വിളിച്ചത്. കടയിൽ വരുന്ന എല്ലാവരും എന്നെ അങ്ങനെയാണ് വിളിക്കുന്നത്. പക്ഷേ പിന്നീടാണ് ഞാൻ അറിഞ്ഞത് നീ എൻ്റെ മകളെ കാണാൻ വേണ്ടിയിട്ടാണ് അവിടേക്ക് വരുന്നതെന്ന്. അതിൻ്റെ പേരിൽ നീ കാണിച്ച ഭ്രാന്തുകൾക്ക് ബലിയാടായത് എൻ്റെ 2 മക്കളാണ്. അന്നേരം അമ്മയെന്നൊക്കെ പറഞ്ഞ് ശാലിനി പിടിക്കുന്നുണ്ട്. നീ അങ്ങോട്ട് മാറി നിൽക്കടി എന്നും പറഞ്ഞ് വഴക്ക് പറയുകയാണ് ശാരദാമ്മ. ശത്രുക്കൾക്ക് പോലും എൻ്റെ ഹോട്ടലിലേക്ക് വരുന്നതിന് വിലക്കില്ല. സാധാരണ അതെൻ്റെ കച്ചവടമാണ്, അതെൻ്റെ അന്നമാണ്. പക്ഷേ അവിടെ നീ ഇനി വരാൻ പാടില്ല. ഈ ഗേറ്റിന് പുറത്തേക്ക് കുത്തരുത് നീ നിൻ്റെ കാല്. അന്നേരം ശാരദാമ്മ എനിക്ക് ശാലിനിയോട് സംസാരിക്കണമെന്ന് പറയുകയാണ് വിഷ്ണു. അന്നേരം ശാരദാമ്മ പറയുകയാണ്, എന്താണ് ഇനി സംസാരിക്കാനുള്ളത്? ചോദ്യവും പറച്ചിലും ഒക്കെ കഴിഞ്ഞ് ഇവളെ അടിച്ച് പുറത്താക്കിയില്ലേ? അന്നേരം വിഷ്ണുവേട്ടൻ ഇതിനൊന്നും ഉത്തരവാദിയല്ല എന്ന് പറയുകയാണ് ശാലിനി. അന്നേരം ശാരദാമ്മ ചോദിക്കുകയാണ്, ഉത്തരവാദിയല്ലേ? നീയുമായിട്ട് ദാമ്പത്യബന്ധം ഉണ്ടായിട്ടില്ല എന്ന് ഇവൻ ചെയ്ത സത്യത്തിന് പിന്നാലെയല്ലേ നിന്നെ ഇവിടേക്ക് എത്തിക്കേണ്ടി വന്നത്? നീയാണെങ്കിൽ സത്യം പറയത്തുമില്ല, അവനോട് ചോദിക്കാൻ എന്നെ സമ്മതിക്കത്തുമില്ല. ഇനി ആരോടാണ് ഞാൻ ചോദിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെടുകയാണ് ശാരദാമ്മ. വീണ്ടും ശാരദാമ്മ ചോദിക്കുകയാണ്, നീ തെറ്റ് ചെയ്തിട്ടില്ല എന്നും പറയുന്നു, പിന്നെ നീ ഗർഭിണിയാണെന്നും പറയുന്നു. നിന്റെ ശരീരത്തിൽ തൊട്ടിട്ടില്ല എന്ന് ഇവനും ഇവൻ്റെ അമ്മയ്ക്ക് സത്യം ചെയ്തു കൊടുത്തു. പിന്നെ ഈ ദിവ്യഗർഭത്തിന് ഉത്തരവാദി ആരാണെന്ന് എനിക്കൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് എന്നൊക്കെ ഉറക്കെ പറയുകയാണ് ശാരദാമ്മ. ആരോടാണ് നിങ്ങൾ ഈ വാശി കാണിക്കുന്നത്? ആരോടായാലും നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ കൊള്ളാം. ഇടയിലുള്ള ഒരുപാട് ഹൃദയങ്ങൾ വിങ്ങുന്നുണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ കാരണം എന്നൊക്കെ പറയുകയാണ് ശാരദാമ്മ. സത്യങ്ങൾ പുറത്തു വരുന്ന ഒരു ദിവസം വരുമെന്ന് ശാലിനി പറയുമ്പോൾ അതിനൊന്നും പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് ശാരദാമ്മ. അന്നേരം ശാലിനിയെ പിടിച്ചു മാറ്റിയിട്ട് ശാരിക ചോദിക്കുകയാണ്, ഇവർ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സംസാരത്തിൽ അമ്മ എന്തിനാണ് ഇടപെടുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തന്നെ അവരങ്ങ് സംസാരിച്ച് തീർക്കട്ടെ. അമ്മയുടെ അതേ തലവിധി ഏറ്റുവാങ്ങാനായിട്ട് ഇവിടെ ഞാനുണ്ട്. ഇനി ഒരാൾക്ക് കൂടി അതിന് സ്ഥാനമില്ല എന്ന് കരഞ്ഞു പറയുകയാണ് ശാരിക. അന്നേരം ഒന്നും മയപ്പെടുന്ന ശാരദാമ്മ വിഷ്ണുവിൻ്റെ കൈപിടിച്ച് പറയുകയാണ്, എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞു പോയതാണ്, മോനൊന്നും വിചാരിക്കണ്ട. അതിന് സാരമില്ലമ്മയെന്ന് പറയുകയാണ് വിഷ്ണു. അമ്മയോട് സത്യമെല്ലാം പറഞ്ഞ് മോനെ എത്രയും പെട്ടെന്ന് ഇവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ടു പോകണമെന്ന് ശാരദാമ്മ പറയുന്നു. അന്നേരം അമ്മ അകത്തേക്ക് ചെല്ലുമെന്ന് ശാലിനി പറയുമ്പോൾ അകത്തേക്ക് കയറി പോവുകയാണ് ശാരദാമ്മ. പിന്നാലെ ശ്യാമയോടും പോകാൻ പറയുകയാണ് ശാലിനി. എല്ലാവരും പോയ ശേഷം വിഷ്ണു പറയുകയാണ്, അമ്മ ഇയാളെ വീട്ടിൽ നിന്നും ഇറക്കി വിടുമെന്നൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അന്നേരം അവിടെ ഇരുന്ന ശേഷം ശാലിനി പറയുകയാണ്, മകൻ കൈകൊണ്ട് തൊട്ടിട്ടില്ലാത്ത മരുമകൾ ഗർഭിണിയാണെന്നറിയുമ്പോൾ പിന്നെ സത്യാമ്മ പൊന്നാടയിട്ട് സ്വീകരിക്കുമെന്നാണോ വിഷ്ണുവേട്ടൻ കരുതിയത്? വീണ്ടും സത്യം പറയാൻ പറയുകയാണ് വിഷ്ണു. താൻ ഗർഭിണിയാണോ? എന്തിനു വേണ്ടിയിട്ടാണ് ഈ കള്ളം പറയുന്നതൊക്കെ? അന്നേരം ശാലിനി പറയുകയാണ്, ഇതിനുള്ള മറുപടി ഞാൻ അവിടെ വെച്ചു പറഞ്ഞതല്ലേ. പിന്നെ ഞാൻ കരുതിയത് വിഷ്ണുവേട്ടൻ എന്നെ കാണാൻ വന്നതാണെന്ന് കരുതി. അന്നേരം നിയന്ത്രണം വിട്ട് വിഷ്ണു പറയുകയാണ്, എടോ കാണാൻ തന്നെയാണ് വന്നത്. ഇയാൾ അകന്നിരിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് എന്തോരം വേദനയാണെന്ന് അറിയാമോ? നെഞ്ച് പൊട്ടിപ്പോകുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ എന്നേക്കുമായി ഇയാളെ കൈവിട്ടു പോകും എന്നുള്ള ആദിയാണ് എനിക്ക് എന്നൊക്കെ പറഞ്ഞ് പൊട്ടിത്തെറിക്കുകയാണ് വിഷ്ണു. അങ്ങനെ സംഭവിച്ചാൽ പിന്നെ ഞാനില്ല. എടോ ഞാൻ മരിച്ചു പോകുമെടോ എന്നൊക്കെ സങ്കടത്തോടെ പറയുകയാണ് വിഷ്ണു. താൻ ഇങ്ങനെ സംസാരിക്കാതിരുന്നാൽ എങ്ങനെയാണ്? കാര്യങ്ങൾ കൂടുതൽ വഷളാവുകല്ലേ എന്ന് ചോദിക്കുകയാണ് വിഷ്ണു. അന്നേരം ശാലിനി പറയുകയാണ്, ഇപ്പോൾ ഞാൻ സംസാരിച്ചാലാണ് കുഴപ്പമുണ്ടാവുക. വീണ്ടും വിഷ്ണു പറയുകയാണ്, നമുക്ക് ഡോക്ടറെ ഒന്നുകൂടി കാണാം. ഇനിയിപ്പോൾ റിസൾട്ട് എങ്ങാനും മാറിപ്പോയതാണെങ്കിലോ? ഇനി എനിക്കൊന്നും സംസാരിക്കാനില്ല എന്ന് ശാലിനി പറയുമ്പോൾ ശാലിനിയുടെ കൈ പിടിച്ച് വിഷ്ണു പറയുകയാണ്, എങ്കിൽ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം. അമ്മയോട് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. നമ്മൾ എന്തായാലും ഒന്നിച്ച് തന്നെ ജീവിക്കാം. കരഞ്ഞുകൊണ്ട് ശാലിനി പറയുകയാണ്, ഇല്ല അത് ശരിയാവില്ല. അഗ്നിശുദ്ധിയോടുകൂടി തന്നെ വേണം എന്നെ അടിച്ചിറക്കിയ വീട്ടിലേക്ക് ഞാൻ തിരിച്ചു കയറാൻ. തല കുനിച്ചല്ല, തല ഉയർത്തിപ്പിടിച്ച് തന്നെ വേണം എനിക്കിനി അകത്തേക്ക് കയറാൻ. അല്ലെങ്കിൽ ആ മാനക്കേട് ഒരിക്കലും തീരില്ല ശാരദാമ്മയുടെ കുടുംബത്തിന്. സങ്കടമെല്ലാം ഉള്ളിലൊതുക്കി വീണ്ടും വിഷ്ണു ചോദിക്കുകയാണ്, ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? അന്നേരം ശാലിനി പറയുകയാണ്, വിഷ്ണുവേട്ടൻ ഇപ്പോൾ തിരികെ വീട്ടിലേക്ക് പോ, അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. വീണ്ടും സങ്കടത്തോടെ വിഷ്ണു ചോദിക്കുകയാണ്, ഇയാളെ ഇവിടെ തനിച്ചു വിട്ടിട്ട് ഞാൻ തിരികെ പോകണം അല്ലേ? ചെല്ല് വിഷ്ണുവേട്ടാ പ്ലീസ് എന്ന് ശാലിനി പറയുമ്പോൾ സങ്കടത്തോടെ തന്നെ അവിടെ നിന്നും പോവുകയാണ് വിഷ്ണു. തുടർന്ന് കാണിക്കുന്നത് രാവിലെ സത്യഭാമയുടെ വീടാണ്. അവിടെ ഹാളിൽ സത്യഭാമയും സുസ്മിതയും പ്രീതിയും രാഘവൻ നായരും ഒക്കെയുണ്ട്. കൂടാതെ വക്കീലും എത്തിയിട്ടുണ്ട്. വക്കീല് പേപ്പേഴ്സ് എല്ലാം റെഡിയാണെന്ന് സത്യഭാമയോട് പറയുകയാണ്. അന്നേരം മുകളിൽ നിന്നും താഴേക്കിറങ്ങി വിഷ്ണു വന്ന ശേഷം അവരെ ഒന്ന് നോക്കാതെ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. അന്നേരം സത്യഭാമ വിളിക്കുകയാണ്, വിഷ്ണു ഇവിടെ വന്നേ.
ഇതിലൊന്ന് ഒപ്പിട്ടിട്ട് പോണം എന്ന് പറയുകയാണ് ഭാമ. എന്താന്ന് വിഷ്ണു ചോദിക്കുമ്പോൾ സത്യഭാമ പറയുകയാണ് ശാലിനിയിൽ നിന്നും നിയമപരമായി വിവാഹമോചനം വേണം എന്നുള്ള ഒരു പരാതി. അമ്മയെന്ന് ഉറക്കെ വിളിച്ച ശേഷം രാഘവൻ നായരോട് ചോദിക്കുകയാണ് വിഷ്ണു, അച്ഛാ ഇത് എന്തൊക്കെയാണിത്? അന്നേരം രാഘവൻ നായരും ചോദിക്കുകയാണ് ഭാമേ ഇതൊക്കെ വേണോ? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ. അന്നേരം ഭാമ പറയുകയാണ് രാഘവേട്ടൻ ഇക്കാര്യത്തിൽ ഇടപെടരുത്, ഒപ്പിടുന്ന ഭാമ വീണ്ടും പറയുമ്പോൾ വിഷ്ണു പറയുകയാണ് അമ്മേ ശാലിനി ഒരു പാവമാണ്, അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. അതെ അമ്മേ ശാലിനി പാവമാണെന്ന് പ്രീതിയും പറയുമ്പോൾ ഭാമ പറയുകയാണ് അത് നിങ്ങൾ രണ്ടുപേരുമാണോ തീരുമാനിക്കുന്നത്? സത്യഭാമയുടെ കോടതിയിൽ അവൾക്കുള്ള വിധി മുമ്പേ തീർപ്പാക്കി കഴിഞ്ഞു. വീണ്ടും വിഷ്ണു പറയുകയാണ് അമ്മേ ശാലിനി സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ കുറച്ച് സമയം മാത്രമേ ചോദിക്കുന്നുള്ളൂ, അതിനുശേഷം അവൾ എല്ലാ സത്യങ്ങളും തുറന്നു പറയും. ഇത്രയുമാണ് മഹാ എപ്പിസോഡിൻ്റെ 1ാം ഭാഗം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക്